അപ്പോൾ എൻ്റെ ഭാഷ പറഞ്ഞാൽ മോനെ വേറെ ലെവല്. അപ്പോൾ കിട്ടില്ലും കുറേ വണ്ടികളുണ്ട് ഗൈസ്. കിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മാതിരി വർക്ക് ചെയ്ത കുറേ ലോട്ട് വരുമ്പോഴാണ് ഗൈസ് എത്തന്നെ രജനി പണം പാത്രക്കെങ്കിൽ ഇവിടെ കുറേ ലേസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ലേസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ലാക്ക് എന്തോ പറഞ്ഞു സിമ്പിൾ വർക്ക് പക്ഷേ നൈസ് സാധനം. മോനെ ഇത് നമ്മുടെ അക്ഷയ് നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. അളിയാ തമിഴ്നാടാണ്. വണ്ടി എങ്ങനെയുണ്ട്? നിഷ്കളങ്കനായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ കൊമ്പൻ്റെ ലോകതാഴ്ചയുടെ വെളിയിലുള്ള ലുക്കെന്ന് പറയുമ്പോൾ അമ്മാതിരി ലുക്കാണ് ഗൈസ്. ഒന്നും പറയില്ല, അമ്മാതിരി ലുക്കായിട്ടാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. നമ്മളെ ജയ്ഗുരുവിലെ ചേട്ടനാണ്. ചേട്ടാ പണ്ട് നമ്മളെയൊക്കെ ഭയങ്കര എല്ലാവർക്കും സപ്പോർട്ടായിരുന്നു. ഇപ്പം നമ്മളെയൊക്കെ എല്ലാവരും കോച്ചന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കിടിലൻ വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അണ്ണേ നിങ്ങൾക്ക് യാർ എന്ന് പറയുന്ന പോലെ കുറേ കാലം കൊണ്ട് നമ്മളെ തമിഴ് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് തമിഴ് വണ്ടി റിവ്യൂ ചെയ്യുന്നു. കോച്ചന്മാർ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. തമിഴ്നാട്ടിലെ ഒരു കൊല കൊമ്പനാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ ക്ലീനർ, വണ്ടിയുടെ ഡ്രൈവറും ക്ലീൻ എല്ലാം അയച്ചാൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ബാ ബ്രോ നീ ശിവ എന്താ വണ്ടി സെറ്റ് വർക്ക് എന്താ ഗ്രാഫിക്സ് വർക്ക് ഇതെല്ലാം യാർ ചെയ്തു? ഞാൻ ഗ്രാഫിക്സ് വർക്ക് കവി ഓഡിയോ എന്താ സ്റ്റിക്കർ വർക്ക് താണോ വരപ്പാണ് ഫുൾ. അപ്പോൾ മച്ചാൻ വരെ ഈ സാധനം ഫുള്ള് വരച്ചെടുത്തിരിക്കുകയാണ് ഈ ഗ്രാഫിക്സ്. ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ ഓണർ ആര്? ബാലേജി. സ്ഥലം എങ്കിൽ കോയമ്പത്തൂർ. ഇതിൻ്റെ സെറ്റ് വർക്ക് ചെയ്തത് ഫുള്ള് കാണാം. സെറ്റ് വർക്ക് കവി ഓഡിയോസ് ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കറൂർ என்ன சப்புக்கு இருக்குது, என்ன லைட்டுக்குள்ள இருக்குன்னு தெரியுமா? ரொட்டேட்டர் லைட். അല്ല സെറ്റ് വർക്ക് പഞ്ച് ബോക്സ് അപ്പടി പഞ്ച് ബോക്സ് ഓച്ചാൻ വരെ കിടിലൻ വണ്ടിയാണ് തോന്നുന്നു. നമുക്ക് വണ്ടിയുടെ സെറ്റ് വർക്കൊക്കെ ഇട്ട് കാണാം. അപ്പോൾ അച്ഛന്മാരെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളതാ ഈ തമിഴ് പുലിക്കുട്ടിയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിന് കുറേ ഇത് ചെയ്യാനുള്ള കാരണം കുറേ സ്പെഷ്യലുണ്ട്. ഇപ്പോൾ വണ്ടർല എത്തിയപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിക്സ് വർക്ക്, വെളിയിൽ നിന്നുള്ള വർക്ക് എന്ന് പറയുമ്പോൾ അമ്മാതിരി വർക്കാണ്. ഇതിൻ്റെ ഓരോ സൈഡിൽ പുലിക്കുട്ടിയാണ് ഗൈസ്. പുലിക്കുട്ടി അത് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ട ഗൈസ് ചുമ്മാ പറഞ്ഞാൽ പുലിക്കുട്ടിയാണ്. അത് ഇവിടെ മുതൽ ബോണറ്റ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. പുലിയുടെ ആ സംഭവമൊക്കെ വെച്ച് മുകളിൽ പുള്ളിക്കാരെ സ്ട്രിപ്പ് ഇട്ടായിരുന്നു. കണ്ട ഗൈസ് ആ ഒരു പുലി വണ്ടി ഫുള്ളെന്ന് പറയുമ്പം ആ ഒരു പുലിക്കുട്ടി ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നമുക്ക് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. മുകളിൽ ടോപ്പ് ലൈറ്റുകൾ നിരത്തി തന്നെ ആ തമിഴ് ചേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കലൈമകൾ എന്നാണ് വണ്ടിയുടെ ആ ഒരു നെയിമായിട്ട് കൊടുത്തേക്കുന്നത്. അതും ഒരു പിക്സൽ നെയിം ബോർഡിലാണ് അവർ ചെയ്തേക്കുന്നത്. കലൈമകൾ അതൊരു വെറൈറ്റി എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മൊത്തം നിയോൺ ലൈറ്റ് നമ്മളെ ചേട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ട്. മച്ചാൻ വരെ ഏതാ ലെവൽ വണ്ടിയുടെ ആ ഒരു ലുക്ക് ഇപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ലുക്ക് മാറിയ കണ്ട ഗൈസ്. ലൈറ്റ് എല്ലാം വന്നപ്പോൾ അത് ഗ്രാഫിക്സ് വർക്ക് എടുത്ത് പറയേണ്ടതാണ്. അവരുടെ ബോണറ്റിൻ്റെ അവിടെ ഒരു പുലിയുടെ ആ ഒരു എല്ലാ കളറിലും വന്നിട്ടുണ്ട്. ആ ഒരു പുലിയുടെ ഒരു ചെറിയ ഗ്രാഫിക്സ് വർക്ക് ഈ ബോണറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റിയാണ് ഗൈസ്. കുറേ കളറുകൾ ഇവിടെ ഒരു എടുത്ത് പറയാനായിട്ട് മഞ്ഞ, ചുവപ്പ്, നീല, വയലറ്റ്, വീണ്ടും നീല, പച്ച, റോസ്, അങ്ങനെ എല്ലാ കളറുടെ മിശ്രിതമായിട്ട് ആ ഒരു പുലി ഗർജിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ഗ്രാഫിക്സ് വർക്കാണ്. അതിൽ ഒരു ചെറിയൊരു ബോണറ്റിൽ വണ്ടിയുടെ ഫ്രണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല വണ്ടി ഫുള്ള് BMRലാണ് നിൽക്കുന്നത്. വണ്ടി പക്ക BMRലാണ് നിൽക്കുന്നത്. ഇവിടെ ഗ്രാൻഡ് BMR ആണ് വണ്ടി. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ മൊത്തത്തിൻ്റെ അട്രാക്ഷൻ ഇത് ഫുൾ നിയോൺ സെറ്റാണ്. മുകളിൽ പിക്സൽ നെയിമോടെ വെച്ചിട്ട് അകത്ത് പുലിയുടെ ആ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാബിനിൽ. അത് ഇവിടെ നിന്ന് നോക്കുമ്പം നമ്മുടെ വെറൈറ്റി സംഭവമാണ് ഗൈസ്. വൈപ്പറിൽ നമ്മൾ തമിഴ് മോനെ വേറെ ലെവൽ. നമ്മൾ പണ്ടത്തെ കേരള ബസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ആ ഒരു പിക്സൽ നമ്മുടെ വൈപ്പറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അത്താണ് മോനെ ലെവൽ. തമിഴ്നാട് ബസ് എന്ന് പറയുമ്പോൾ ഇപ്പം വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് ഒരു അതിഥിയെ കാണിച്ചു തരാം ഗൈസ്. നമ്മളെ ചേട്ടാ കമ്മോൺ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. നമ്മളെ ജയ്ഗുരുവിലെ ചേട്ടനാണ്. ചേട്ടാ പേര് പറഞ്ഞു? അഭിത്ത്. നമ്മുടെ ഗന്ധർവനും കൊണ്ട് ഇവിടെ വണ്ടർലേ വന്നതാണ്. പുള്ളിക്കാരനാണ് നമുക്ക് വണ്ടി കിടില്ല വണ്ടി കിടക്കുമെന്ന് തന്നെ വിളിച്ചിട്ടുണ്ടെന്ന്. ചേട്ടാ സുഖം തന്നെ ഇങ്ങനെയുണ്ട്. നമുക്ക് ഗന്ധർവൻ്റെ അടുത്തൊക്കെ പോവാം. ചേട്ടാ എന്ത് സുഖം? കിടിലാണ്. ജയ്ഗുരുവിൻ്റെ 2 ഡ്രൈവറും കിളി എല്ലാം ഇവിടെ നമ്മളെ കൂടെ കറക്റ്റ് സപ്പോർട്ടാണ് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ വെച്ചാൽ ഇതാണ് വണ്ടി എന്ന് പറയുമ്പോൾ അമ്മാതിരി ലുക്കാണ്. ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ വെച്ചാൽ ഒരു രക്ഷയില്ലതാ. നമ്മുടെ ഉള്ളിൽ മുത്തായിട്ട് കുറേ LED സ്ട്രിപ്പ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ
നിയോൺ, ഫുൾ നിയോണിൻ്റെ കളിയാണ് ഗൈസ്. മുകളിൽ ഓറഞ്ച്, പച്ച, നീല, അങ്ങനെ മൊത്തത്തിൽ നിയോണിൻ്റെ കളിയാണ് ഫ്രണ്ടിൽ വച്ചേക്കുന്നത് മൊത്തം. നമ്മുടെ നെയിം ബോർഡ് അല്ല, അതായത് നമ്പർ പ്ലേറ്റ് നമ്മൾ TN 36AX 9559 അതിലാണ് നമ്മുടെ ചാനൽ തമിഴ്നാട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വാങ്ങിക്കുന്നത് ഗൈസ്. ഒരു വേറെ ലെവൽ. ഇതാ ഇവിടെ നമ്മൾ ഇത് ചെയ്യുന്ന പോലെ എവിടെയും നിയോൺ വെച്ചിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബമ്പർ ലിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വെളിയിലുള്ള ലുക്കെന്ന് പറയുമ്പോൾ അമ്മാതിരി ലുക്കാണ് ഗൈസ്. ഒന്നും പറയില്ല, അമ്മാതിരി ലുക്കായിട്ടാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. നമ്മൾ സൈഡ് നിങ്ങൾക്ക് കണ്ടപ്പോഴും മനസ്സിലാക്കിയാണ് ആ ഒരു ഗ്രാഫിക്സ് ഫ്രണ്ടിലത്തെ പോലെ തന്നെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. സൈഡിൽ ഇവിടെ നമ്മുടെ ശിവൻ്റെ ലിംഗം വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം ഇവിടെ ഒരു തമിഴ്നാട്ടിൽ മൊത്തം ഒരു ഭക്തിയുടെ മാർഗത്തിലുള്ള പോലെ തന്നെ ഇവിടെ ശിവൻ്റെ ആ ഒരു ചെറിയൊരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാ ഇവിടെ ഒരു സംഭവിക്കുന്നത് ഗൈസ്. നമ്മുടെ തലയോട്ടിൽ ലൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി എൻ്റെ പൊന്നെ വണ്ടിക്കാരും വേറെ ലെവലാണെന്ന് തോന്നുന്നു ഗൈസ്. ആ ഒരു തലയോട്ട് വെച്ചിട്ട് അതിനകത്ത് നീളം ലൈറ്റ് വെച്ച് താഴത്തെ ലൈറ്റ് ഇതിലടിക്കുമ്പോൾ അതും കൂടെ പക്ക വേറെ ലെവലായിട്ടുണ്ട് ഗൈസ്. അതുപോലെ അവിടെ പുലിയുടെ ഇതൊക്കെ വെച്ച് എല്ലാത്തിലും ലൈറ്റ് അടിക്കുമ്പോൾ അമ്മാതിരി ലുക്കാണ് ഗൈസ് വരുന്നത്. അതുകൊണ്ട് സൈഡിലേക്ക് വരുമ്പോഴും ആ ഒരു ഗ്രാഫിക്സ് വർക്കാണ് എടുത്ത് പറയേണ്ടത്. ഇവിടെ നമ്മുടെ കൊമ്പൻ്റെ ലോഗോ അടിച്ചിരിക്കുന്നു ഗൈസ്. ടീം കലൈമകൾ എന്ന് പറഞ്ഞ് കൊമ്പൻ്റെ ലോഗോ അടിച്ചിരിക്കുന്നു ഗൈസ്. ഈ ആനയുടെ ലോഗോ അടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിക്സൽ വീലാർച്ചിന് നമ്മുടെ ആ ഒരു പിക്സൽ ഇത് വെറൈറ്റിയാണ് ഗൈസ്. നമ്മുടെ കേരളത്തിൽ ചില വണ്ടികളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വണ്ടി ഓണാക്കി ഗൈസ്. വരെ വണ്ടി ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത് നിന്ന് വണ്ടിയുടെ ആ സൗണ്ട് മാത്രമേ കേൾക്കൂ. അതുപോലെ തന്നെ സൈഡിൽ അസുരരാജ, ഈ ഒരു ഗ്രാഫിക്സ് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്. എവിടെയോ കണ്ട് പരിചയം തോന്നുന്നു ഗ്രാഫിക്സ്. അതുപോലെ പിന്നെ വെറൈറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബാക്കിൽ വരുമ്പോൾ നമ്മുടെ പുലി മെയിൻ ഹൈലൈറ്റാണ് ഗൈസ്. ഈ ഒരു പുലി എന്ന് പറയുന്നത് അത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഗർജിക്കുന്ന പുലിയല്ല ഗൈസ്. ഇവിടെ നമ്മൾ പാവം പോലെ നിഷ്കളങ്കനായി നോക്കിക്കൊണ്ടിരിക്കുന്ന പുലിയുടെ ഗ്രാഫിക്സാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇതും പുലിയുടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കളറും മിശ്രിതമാണ്. സാധാരണ ആ ഒരു മഞ്ഞ കളറിലാണ് പുലിയൊക്കെ നമ്മൾ വരയ്ക്കുന്നത്. നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതായിട്ട് എല്ലാ കളറുകളുടെ മിശ്രിതം ഇവിടെ പരിപാടി തുടങ്ങാൻ സമയം എന്ന് തോന്നുന്നു ഫോണൊക്കെ അടിക്കുന്നു. അപ്പോൾ എല്ലാ കളറുകളുടെ ഒരു മിശ്രിതമായിട്ട് എന്നാൽ ഇതുവരെ പക്ക ഒരു ഗ്രാഫിക്സ് അവിടെ അസുര രാജ എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെയോ കണ്ടു മറന്ന ഗ്രാഫിക്സ് ആണല്ലോ, അതേ സെയിം ഫോണും അല്ലേ ഗൈസ്. അപ്പോൾ വെച്ചാൽ പറയാം ഇതുവരെ കറക്റ്റ് ആ ഒരു ഗ്രാഫിക്സിൽ വന്നിട്ട് ആ ഒരു റെഡ് കളറിലും റെഡ് ബ്ലാക്ക് ഒരു വൈറ്റും ഹാഷും കളറും ചേർന്ന കളറിലുള്ള ആ ഒരു ഗ്രാഫിക്സ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ വ്യത്യാസം. അതാണ് മോനെ പവർ. നമ്മൾ അതും നിഷ്കളങ്കനായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുലിയുടെ ഒരു എല്ലാ കളറുകളുടെ മിശ്രിതമായിട്ടുള്ള ഗ്രാഫിക്സ്. മോനെ വേറെ ലെവൽ. മുകളിൽ നമ്മുടെ ക്വാർട്ടർ ക്ലാസ്സിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഫ്രണ്ട് അറ്റത്ത് ബ്ലാക്ക് പാന്തർ എന്നിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ എഡിഷൻ നെയിമായിട്ട് ഇവർ കൊടുത്തെങ്കിൽ ബ്ലാക്ക് പാന്തർ എന്നാണ്. ഇപ്പോൾ AC എന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ AC വണ്ടിയായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ ഇവിടെയുള്ള സൈഡ് ലുക്കെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, അമ്മാതിരി ഫീൽ. എവിടെ നോക്കുമ്പോൾ കാണാൻ മനസ്സിലാക്കണം. ഒരു രക്ഷയില്ലാത്ത ഫീൽ തന്നെയാണ് സൈഡും ഫ്രണ്ടും കിട്ടുന്നത്. ബാക്കിലോട്ട് വരുമ്പോഴാണ് ഗൈസ് എത്തന്നെ രജനി പണം പാത്രക്കെങ്കിൽ. അതുപോലെ നമ്മുടെ രജനികാന്ത് തലൈവരുടെ ഒരു ഗ്രാഫിക്സാണ് ബാക്കിൽ ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. ആ ജീപ്പിൻ്റെ പുറത്ത് പുള്ളി ഇരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സാണ് ബാക്കിൽ അടിച്ചിരിക്കുന്നത്. നമ്മുടെ തലൈവരെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഗൈസ്? രജനികാന്ത് ഫാൻ ഗൈസ്. അപ്പോൾ ബാക്കിൽ നമ്മുടെ ജീപ്പിൻ്റെ മുകളിൽ ഹീറോ ഓഫ് ലെജൻഡ് നമ്മളെ ഗ്രാഫിക്സിൻ്റെ പുള്ളിയെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വെച്ചാൽ വരുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ കലൈമകൾ, കോയമ്പത്തൂരാണ് വണ്ടിയുടെ സ്ഥലം. ആ നമ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഓട്ടത്തിനും കാര്യങ്ങളും കോൾ പണ്ണുങ്ക അന്ത നമ്പർ വന്ന് കോൾ പണ്ണുങ്ക. അപ്പോൾ അതാ ബാക്കിൽ ആ ഒരു നമ്മുടെ ലൈറ്റ് സ്റ്റോക്ക് കറക്റ്റ് അതുപോലെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ക ഫിനിഷിങ്ങോടെ തന്നെയാണ് ബാക്കും സൈഡ്. ഫിനിഷിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയണം ഗൈസ്. ഈ വർക്ക് ചെയ്ത ആ പുള്ളിക്കാരൻ അമ്മാതിരി വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. ബാക്കിലും സൈഡിലൊക്കെ പറയുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മുടെ അപ്പുറത്തെ സൈഡ് കണ്ട സെയിം ഗ്രാഫിക്സ് തന്നെയാണ് ഗൈസ്. നമ്മുടെ അപ്പുറത്തെ സൈഡ് ഇവിടെ പുലി, ആ നിഷ്കളങ്കനായ പുലി. ഇപ്പുറത്ത് കാടും വില്ലൊക്കെ ആയതുകൊണ്ടാണ് വലുതായിട്ട് കാണിക്കാൻ പറ്റാത്തത്. ഇവിടെ ആ ഒരു പുലിയുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഒരു വിഷയം, ഇവിടെ ബാക്ക് ഡോറ് ഗൈസ്. അയ്യോ, ഈ ഡോറും കൂടെ ഇല്ലായിരുന്നു. ഫ്രണ്ട് ഡോറ് മാത്രമായിരുന്നെങ്കിൽ വീടിന് കുറച്ചും കൂടി ഇഷ്ടപ്പെടുമായിരുന്നു ഗൈസ്. വണ്ടി വേറെ പക്കല്ല, പക്ഷേ ഈ ഡോറ് തമിഴ്നാട് സർക്കാരെയും അയ്യോ. അപ്പോൾ ഈ ഒരു ഡോർ സിസ്റ്റം ഇവിടെ ഇങ്ങനെ ഡോറാണ്. തമിഴ്നാട്ടിലെല്ലാം ഒരു ബോഡിക്കോണിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡോറ് ബാക്കിലും ഫ്രണ്ടിലും 2 ഡോർ വേണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. താഴെ അസുര രാജ എന്ന് എഴുതിയിട്ടുണ്ട്. അസുര രാജ ആ ഒരു ഗ്രാഫിക്സ് ഇറക്കും പൊളിയല്ലേ ഗൈസ്, വേറെ ലെവലാണ്. അപ്പോൾ വെച്ചാൽ വണ്ടിയുടെ വെളിയിലത്തെ ലുക്കും വിശേഷങ്ങളും അമ്മാതിരി വർക്കാണ് ഗൈസ്. അപ്പോൾ വണ്ടിയുടെ അകത്ത് കയറുമ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ എവിടെ ഇരിപ്പുണ്ട്,
ഇതാണ് ഫ്രണ്ടിലത്തെ ക്യാബിൻ എന്ന് പറയുന്നത്. നമ്മുടെ പുലിയുടെ ഒരു വർക്ക് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നിഷ്കളങ്കമായൊരു മുഖത്തിൻ്റെ ഫീതിയാണ് കേസ് അതിൽ കൊടുത്തേക്കുന്നത്. മുകളിൽ ഒരു മഷ്റൂം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ക്യാബിന് ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അത് വേണ്ടത് ഇവിടെ അസുര രാജ എന്ന് എഴുതുന്നുണ്ട്. 2 കളറിൽ 2 കണ്ണ്, ചുവപ്പ് ഗ്രീൻ കളറിൽ 2 കണ്ണ് കൊടുത്തിട്ടുണ്ട് കേസ്. അതുപോലെ തന്നെ ഒരു വർക്ക് നമ്മളൊരു ആമ്പുകൂടെ കൊടുത്തിട്ടുണ്ട്. അതും ഒരു വെറൈറ്റി ആയിട്ടാണ് തന്നെ കൊടുത്തേക്കുന്നത്. ഒരു വയലറ്റ് കളറിലാണ് ഇതിൻ്റെ ക്യാബിൻ വർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ കവി ഓഡിയോസിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി ക്യൂൺ കലൈമകൾ എന്നുണ്ട്. സ്മാർട്ട് സിറ്റിയിലെ ക്യൂൺ രാജകുമാരി കലൈമകൾ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ ഇവിടെ ഓരോ ലൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ലൈസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ലൈസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വിച്ചുകളെല്ലാം പുള്ളിക്കാരുന്നുണ്ട്. ഓ വണ്ടിക്കകത്തുള്ള വണ്ടിക്കകത്ത് ഇപ്പം എല്ലാം പുറ മച്ചാൻ വരെ. അപ്പോൾ വണ്ടിക്കകത്തുള്ള ലുക്ക് കാണിച്ചു തരാം. പിന്നെ ലൈസർ ഇടാൻ പറ്റില്ല ഗൈസ്. ലൈസർ എവിടെയൊക്കെ ഇരുന്ന് കാണിച്ചു തരാം. ലൈസർ ക്യാമറയ്ക്ക് കംപ്ലൈൻ്റ് ആണ്. ക്യാമറ വാങ്ങിച്ചോളൂ ഇപ്പോഴേ നശിപ്പിക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ വണ്ടിക്കകത്തുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്. നമ്മൾ വൈറ്റ് കളർ ഹെഡ് റെസ്റ്റാണ് ഒരു കലൈമകളിൽ അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ തമിഴ്നാടിന് വേണ്ടി ഒരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൽ നിന്ന് ലൈറ്റ് വർക്കുകളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗൈസ്. എംപിയുടെ സഹകരണം കാരണം എല്ലാതും പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴാകുമ്പം അല്ല തമിഴ്നാട് വണ്ടികളൊക്കെ കയറി വരും. തമിഴ്നാട്ടിൽ കിടിലം കുറേ വണ്ടികളുണ്ട് കേസ്. കിടില്ല എന്ന് പറഞ്ഞാൽ അമ്മാതിരി വർക്ക് ചെയ്ത് കുറേ ഉണ്ട്. അതിലൊന്നാണ് ഇതായത് കലൈമകൾ. ബാക്കിൽ കണ്ടോ കേസ് നമ്മുടെ എഡിഷൻ അല്ല നമ്പറൊക്കെ ഒരു ബോർഡ് പോലെ ഇവിടെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ആ ബോർഡ് ചെയ്തിരിക്കുന്നത് കലൈമകൾ വൈറ്റിൽ എഴുതിയിട്ട് ഒരു റെഡ് സ്ട്രിപ്പ് മരമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ പഞ്ച് ബോക്സ് ഇത് പച്ച കളറാണ് കേസ്. പച്ച കളറുള്ളതും കണ്ണിൻ്റെ അവിടെ ഒരു ഓറഞ്ച് കളറ്, മറ്റേ ചുവപ്പ് കളർ, അങ്ങനെ ഒരു പഞ്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഫോർവേഡ് ലേസറാണ്. അത് ഇട്ടാൽ ശരിയാവില്ല. ഇവിടെ സ്പീക്കറും അക്രിലിക് വർക്കില്ല. സ്പീക്കർ ഇത് ഗ്രില്ലിന് ഇവിടെ കൊടുത്തിട്ട് അതിനകത്ത് സ്റ്റാർ പോലെ റെഡ് കളർ നിയോൺ സ്ട്രിപ്പ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് വേറെ അഴക് കിട്ടുന്നുണ്ട് കേസ്. ലൈസറൊക്കെ ഇടല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തമിഴ് ചാട്ടം ഇട്ടെന്ന് കേസ്. അപ്പോൾ വലിയ ഇവിടെ ഓരോ ലൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ലൈസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗിൾ ലൈസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതായത് 40-42 വണ്ടിയുടെ നമ്പരൊക്കെ ഈ സീറ്റ് നമ്പരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ വണ്ടി കാണുമ്പോൾ ഒരു നമ്മളെന്താ പറയുക ഈ നൈറ്റ് സർവീസൊക്കെ പോകുമല്ലോ, അതിൻ്റെ ഒരു പ്രതിനിധിക്കുന്ന രീതിയിലാണ്. ഇപ്പോഴാണ് തമിഴ്നാട്ടിലെ വണ്ടികളൊക്കെ വേറെ ലെവലായി വന്നു തുടങ്ങിയിരിക്കുന്നത്. വർക്കുകളും ചെയ്താൽ ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ വെച്ച് നമ്മുടെ ഫോർവേഡ് ലൈറ്റൊക്കെ വെച്ച് അടിക്കേണ്ട വെച്ച് പിന്നെ ഇത് ക്യാബിൻ നമ്മൾ കേരള വണ്ടിയെ അപേക്ഷിച്ച് സ്പേസ് കുറവായിട്ടാണ് തോന്നുന്നത് വെച്ച് ഒരു ലഗേജ് സ്പേസ്. പിന്നെ വണ്ടി പുഷ് ബാക്കാണ് ആക്കിയിട്ടുണ്ട്. വണ്ടി പുഷ് ബാക്കാണ്. അപ്പോൾ വണ്ടി അമ്മാതിരി വണ്ടി കേസ്. ഒരു രക്ഷയില്ലാത്ത വർക്ക് തന്നെയാണ് വണ്ടിക്കകത്ത് ചെയ്തേക്കുന്നത്. ഇതാ ഫ്രണ്ടിലും കറങ്ങി കളിക്കുന്ന ലൈറ്റ് എന്താ കേസ് ഡാൻസ് ബാർ അങ്ങനെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെ TV വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇവിടെ ഒരു ലേസർ വെച്ചിട്ടുണ്ട്. നമ്മുടെ കലൈമകൾ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ് പസംഗേ கால் பண்ணு ப்ரோ, கால் பண்ணு. ஏதாவது ஓட்டர் இருந்துருச்சா இந்த நம்பரில் கால் பண்ணுங்க. വേറെ ലെവൽ വണ്ടി ഇതാ. അപ്പോൾ വെച്ചാൽ വരെ ഇതാണ് വണ്ടിയുടെ ഫുൾ ഉൾവശം എന്ന് പറയുന്നത്. അയ്യോ ഗൈസ് ഇതിൽ ലൈസർ ഉണ്ടായിരുന്നു. അയ്യോ ലൈസർ അടിക്കുന്നുണ്ട് ഗൈസ്. വെറൈറ്റി ലൈസർ തന്നെയാണ് ഗൈസ്. മൊത്തത്തിൽ കണ്ട ഫുൾ മൊത്തത്തിൽ പല ദിശയിലേക്ക് അടിക്കുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് വണ്ടിയുടെ. അപ്പോൾ വെച്ചാൽ പറയും ഒരു രക്ഷയില്ല. വണ്ടിക്ക് ഫുള്ള് ഒരു വേറെ ലെവല് ഒരു ഫീൽ ചെയ്യാനാണ് വണ്ടിക്കകത്ത് കിട്ടുന്നത്. കാരണം ഒരു പ്രീമിയം വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. വണ്ടിക്കകത്ത് വരുമ്പോൾ ഈ ലൈറ്റെല്ലാം വരുമ്പം ഡാൻസ് ബാൻഡിൻ്റെ ഫീലിംഗ് കിട്ടിയിട്ട് ലൈസറൊക്കെ ഫ്രണ്ടിൽ ലൈസറൊക്കെ ഓണാക്കി വെച്ചിരിക്കുന്ന കേസ്. ഇതാണ് നമ്മൾ ബാക്ക് ഡോർ സിസ്റ്റമായിട്ട് പറയുന്നത്. ഇവിടെയാണ് ബാക്ക് ഡോർ തുറക്കാൻ പറ്റുന്നത്. അപ്പോൾ വെച്ചാൽ നമ്മൾ ശ്രീരാഗ് എന്തോ പറഞ്ഞു സിമ്പിൾ വർക്ക് പക്ഷേ നൈസ് സാധനം. യാ മോനെ ഇത് നമ്മുടെ അക്ഷയ് നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. അല്ലേ തമിഴ്നാടാണ്. വണ്ടി എങ്ങനെ ഉണ്ട്? കിട്ടില്ല. തമിഴിൽ പറ, നമ്മളെ തമിഴ് ചെക്കന്മാരുണ്ട് പറ. ഏതാവത് സൊല്ലുങ്ക ബ്രോ, ഏം ബ്രോ ഇങ്ങനെ വണ്ടിക്കാന്ന് അളിയ പാട്ടിടാൻ നമുക്ക് പാട്ടും കൂട്ട് കേൾക്കാൻ കഴിച്ചു. എന്നിട്ട് ഒന്നാണ് അത് പറഞ്ഞ കറക്റ്റാണ്. സിമ്പിൾ വർക്കാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു ഫീലുണ്ട്, അമ്മത്തിരി ഫീൽ. പക്ഷേ ഈ വൈറ്റ് എല്ലാം വന്നിട്ട് ഒരു ക്ലാസ് ലുക്ക് വരുമ്പോഴത്തേന് ഇതൊക്കെ ഈ ഒരു മുകളിലത്തെ ഇതൊക്കെ ക്ലോത്തിൻ്റെ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. പാട്ട് കേൾക്കാമല്ലോ. അപ്പോൾ മച്ചാൻ പറയാം ഇതാണ് വണ്ടിയുടെ ഉൾവശം. ഇതേവിടെ ലൈസറൊക്കെ ഇട്ടുമ്പോൾ പറഞ്ഞ് ഓഫ് ചെയ്യിപ്പിച്ച് ഇട്ടോ KGF ഇട്ടോ ഗൈസ്. കോപ്പറേറ്റ് വിഷയമില്ല. അല്ല ഗൈസ് എൻ്റെ ചാനലിൽ കോപ്പറേറ്റ് കിട്ടി കോപ്പറേറ്റ് ഒരു വിഷയമില്ല ഗൈസ്. എല്ലാവിടെയും കോപ്പറേറ്റ്. ഞാൻ എന്ത് ചെയ്യും ഗൈസ്. അപ്പോൾ മച്ചാൻ പിന്നെ കാര്യം പറയാം. ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം പറയാൻ വിചാരിച്ചാണ്.
നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തി കാണിക്കണം ഗൈസ്. ഇത് പിന്നെ ഒരു അവസരത്തിൽ മനസ്സിലാവും നമ്മളെ കൊണ്ട് നടക്കില്ല. ഇത് നമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ആ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം അത് നടക്കില്ല, അവിടെ വച്ച് നിർത്തിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നടത്തിക്കും. ഇതാണ് കലൈമകളുടെ ഇന്റീരിയർ. തമിഴ്നാട്ടിലെ അമ്മാത്തിരി ഇടിയുള്ള ബസ്സാണ് കഴിച്ചത്, വേറെ ലെവൽ വണ്ടി. ഇപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോനെ വേറെ ലെവൽ. അപ്പോൾ ഞാൻ പറയാം വണ്ടിയുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ കേരള വണ്ടി പോലെ തന്നെയാണ്. ഇവിടെ 3:2, ഇപ്പോഴത്തെ സൈഡ് 3, ഇപ്പോഴത്തെ സൈഡിൽ 2. പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സാധാരണ നമ്മുടെ വണ്ടിയിൽ ഇവിടെ ഒരു അടപ്പ് വന്നിട്ട് ഒരു സാധാ ഒന്ന് കയറി ഇരിക്കാൻ പറ്റും. പക്ഷേ അടിയിൽ എന്തെങ്കിലും വയ്ക്കാനുള്ള സ്ഥലം വന്നിട്ട് ഇവിടെ കൂളർ വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സിംഗിൾ സീറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല, ഇവിടെ ഒരു സിംഗിൾ സീറ്റ് ഇടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ കേരള വണ്ടി എന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി എല്ലാം പക്ക നമ്മുടേത്. പിന്നെ ആ ഒരു സീറ്റ് നമ്മൾ ആ ഒരു സീറ്റാണെന്ന് മനസ്സിലാവും. അല്ല ഒരു ആകൃതിയും മറ്റൊക്കെ നമ്മൾ തമിഴ്നാട് ബസ്സിലൊക്കെ വരുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഏറ്റവും ബാക്ക് സീറ്റ് നോക്കുമ്പോൾ നമ്മളൊരു നീളം പൊക്കം ഇവിടെ നിന്നുള്ള രീതിയിൽ പൊക്കം കൂടുതലുള്ള ആ ഒരു സീറ്റാണ് ഏറ്റവും ബാക്കിൽ ചെയ്തിരിക്കുന്നത്. അവിടെ പിന്നെ ഡോർ നേരത്തെ പറഞ്ഞ ഇവിടെ ബാക്ക് ഡോറുണ്ട് ഗൈസ്. കേരളത്തിൽ ഇനി ആ കാലമൊക്കെ വരുമോ ആ കാര്യമൊക്കെ പറയണായിട്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അഞ്ചാം വരെ അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ അതുപോലെയാണ്. പിന്നെ നമ്മൾ സ്കാനി നൈറ്റ് സർവീസിൻ്റെ വണ്ടികളുണ്ടല്ലോ അതുപോലെയാണ് ഈ ഒരു സൈഡൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ തമിഴ്നാട്ടിൽ ചില വണ്ടികളൊക്കെ നമ്മളെ പോലത്തെ കേരളത്തിലുള്ളത് പോലത്തെ ലഗേജ് ഇതൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കൊല്ലം കൊമ്പ് നമുക്ക് പരിചയപ്പെടാൻ കഴിച്ചു വഴിയെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ ഇതാണ് കലൈമകളുടെ ഇന്റീരിയർ ഗൈസ്. അപ്പോൾ വെച്ചാൽ ഇതാണ് ഒരു ക്യാബിനായിട്ട് വരുന്നത്. നമ്മുടെ ഒരു സാധാ പഴയ സ്റ്റിയറിംഗ് അതിൻ്റെ ആ വലിയ സ്റ്റിയറിംഗ് ഇവിടെ സൈഡ് വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളിപ്പോഴത്തെ ആ ഒരു ചരിഞ്ഞ ക്യാബിൻ അതിപ്പോൾ ചെയ്തതാണ് കേസ്. പിന്നെ അവിടെ ആ ഒരു സർവീസ് ക്യാമറയുടെ മോണിറ്ററൊക്കെ നമ്മൾ സാധാ ഒരു ലൈനിൻ്റെ ക്യാബിൻ അവിടെ ചരിച്ചിങ്ങനെ കൊടുത്തിട്ട് സൈഡിൽ നമ്മൾ സ്വിച്ചൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേസ്. അതുപോലെ ഇവിടെ കുറേ ഇത് വരും. നമ്മൾ AC-യുടെ വെൻ്റൊക്കെ ഇവിടെ ഒരു കൺട്രോൾ സിസ്റ്റം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ക്യാബിനായിട്ട് വരുന്നത്. അതിന് ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. ചാർജിങ് ഡ്രൈവറിലേക്ക് ഇവിടേക്ക് ചാർജിങ് പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താ ഇവിടെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് ഒക്ടാഹെഡ് ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട് കേസ്. മോനെ ഒക്ടാഹെഡ്. അതുപോലെ വെറൈറ്റി ആയിട്ട് ഇവിടെ സ്പീക്കറിൽ ലവിൻ്റെ ഒരു നിയോൺ സ്ട്രിപ്പൊക്കെ ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ട്. ആ സ്പീക്കറിൽ നിയോണിൻ്റെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. അതുപോലെ അവിടെ കുറേ പുലിക്കുട്ടികളൊക്കെ ഇരിപ്പുണ്ട് കേസ്. പുലി വണ്ടി മൊത്തം പുലി. അവിടെ ഒരു കാള വണ്ടി ഇരിക്കുന്നത്, അവിടെ ഒരു പുലിക്കുട്ടി മുയലിനൊക്കെ ഇവിടെ കൊമ്പൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തലയൊട്ടിയുടെ ആ ഒരു സ്കള്ളിൻ്റെ ഒരു രൂപത്തിൽ ലൈറ്റ് വെച്ചിരിക്കുന്നത് അത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ മൊത്തത്തിലൊരു അലങ്കരിച്ചിട്ടുണ്ട്. തമിഴ്നാടിന് വേണ്ടിയും മൊത്തത്തിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ പടം വെച്ചിട്ടുണ്ട് ഗൈസ്. അത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു വണ്ടിയുടെ ഒരു ക്യാബിൻ എന്ന് പറയുന്നത്. ഇവിടെ നിയോൺ സ്ട്രിപ്പ് കൊടുക്കുന്നില്ല അണ്ണാ. വണ്ടി വന്ന് പ്രമാദം. മോചമത പുള്ളിക്കാരൻ വേറെ ലെവലാണ്. നേരത്തെ ഇവിടെ നിന്ന് ഉറങ്ങി കിടന്നു. ഇപ്പോൾ ഇടിച്ച് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കട്ടയൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ ബ്രോ, താങ്ക്സ്. മോചാമാരെ ഇതാണ് വണ്ടിയുടെ ആ ഒരു വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. വണ്ടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി വണ്ടി. തമിഴ്നാട്ടിലെ ഒരു സിംഹം, അത് പുലിക്കുട്ടിയാണ്. പുലിക്കുട്ടി അതെടുത്ത് പറയണു. അപ്പോൾ മോചാമാരെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ, പക്ഷേ ഇത് കൊമ്പൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അത് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കയറി സബ് ചെയ്യുക. കോച്ചന്മാർ പണ്ട് നമ്മളെയൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം നമ്മളെയൊക്കെ എല്ലാവരും മറണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂഷൻ വീഡിയോ ഇടാൻ ശ്രമിക്കും. അതും നമ്മൾ ചെയ്യുമ്പോൾ വെറൈറ്റി ആയിരിക്കുമല്ലോ ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? നടത്തി കാണിക്കണം. അപ്പോൾ അത് വഴി പറഞ്ഞ് തരാൻ ഗൈസ്. അതൊരു ചെറിയ സ്റ്റോറിയാണ്. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കല്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. ഇത് അണ്ണേ വന്ന് വേറെ ലെവല്. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും കാണും, കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ വെച്ചാൽ അടുത്ത പുതിയൊരു വീഡിയോ കാണുന്ന സൈൻ ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. തമിഴ്നാട്ടിലെ ഈ ഒരു സുന്ദര കൂട്ടിനോടൊപ്പം നീ സോനീഷ് ആൻഡ് സൈനിങ് ഔട്ട്.